ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാവിലെ ഒരു 4:30 ആയിട്ടുള്ളൂ, 4:15. ഇപ്പോൾ വണ്ടി എടുത്താലാണ് 7:45 നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കാറ് കിട്ടുന്നതായിരിക്കും നോക്കട്ടെ. നമ്മൾ കാർ എടുത്ത് പോകുന്നത് അബുദാബി എയർപോർട്ടിലോട്ടാണ്. അവിടെ ചെന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് കൺട്രി ആയിട്ടുള്ള സീഷെൽസിലോട്ടാണ്. ആസ് യൂഷ്വൽ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് അപ്പുറത്തിരിക്കുന്ന സീറ്റ് കാലിയായിരിക്കണമെന്നായിരുന്നു. ഒരു കപ്പിൾ ഡെസ്റ്റിനേഷനിൽ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കപ്പിൾസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ സീറ്റ് കാലിയായിരുന്നു. നല്ല ലാവിഷായിട്ട് ഇരുന്ന് പോകാൻ പറ്റി. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പൊന്തി ഒരു 5 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ. ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയതായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് എഗ് ഓംപ്ലേറ്റും സോസേജും അതുപോലെ തന്നെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ബോയിൽഡ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ടുള്ളൊരു സംഭവം കൂടിയായിരുന്നു. പിന്നെ വേറെ ഫിഷിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതാണ് കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ സീഷെൽസിൻ്റെ എയർപോർട്ടിൽ ഇറങ്ങി. ലാൻഡിങ് കുറച്ച് പ്രശ്നമായിരുന്നു. ശരിക്കും പേടിച്ചു കേട്ടോ നമ്മൾ. പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റി. എന്നിട്ട് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. ഇപ്പം നടക്കുമ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ ചെന്നപ്പോൾ ഇമിഗ്രേഷൻ്റെ സ്ഥലത്ത് നമ്മളുടെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സീഷെൽസിൽ നിന്ന് പെർലിൻ ഐലൻഡിലോട്ട് പോകുന്നുണ്ട്. ഇവരുടെ ഒരു ഐലൻഡാണ്, തൊട്ടടുത്തുള്ളത് തന്നെയാണ്, പോകുന്നുണ്ട്. അപ്പോൾ ആ ഐലൻഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റും ഫെറി ആയിരുന്നു. നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ടിക്കറ്റ് നമുക്ക് അവിടെ കാണിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്രൂവ് ആയ ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് കയ്യിൽ വെക്കണമായിരുന്നു. അതും കാണിച്ചു കൊടുത്തു. പിന്നെ അവരെ സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കൊക്കോഡമോറിൻ്റെ ഷേപ്പിലാണ് ആ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റും. ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും അവിടെ. അതുപോലെ തന്നെ കാർ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഏതാ വേണ്ടി വെച്ചാൽ ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നേരെ ചെന്നത് എയർടെലിൻ്റെ ഓഫീസിലോട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം കാണാം നിങ്ങൾക്ക് എയർടെലിൻ്റെ. ഇവിടെയാണ് നമ്മൾ ചെന്നത്. ഇവിടുന്ന് നമ്മളൊരു സിം എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെയ്ത വലിയ മണ്ടത്തരായിരുന്നു അത്. കാരണം നമുക്ക് പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ടായിരുന്നു. സോ ഒരു 3000 രൂപ കൊടുത്തത് അപ്ഡേറ്റ് ചെയ്യായിരുന്നു. ഇവിടുന്ന് സിം എടുത്തതിനേക്കാട്ടിലും ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിരുന്നത് പോസ്റ്റ് പെയ്ഡ് സിം ആയതുകൊണ്ട്. പ്രീപെയ്ഡ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാം. സോ ഇത് എടുത്ത ശേഷം അവിടെ നിന്ന് തന്നെ നമ്മൾ ബസ് ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. 100 സീഷെൽസ് കൊടുത്തിട്ട് 2 ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് 1 ഡേ ഫുള്ള് ബസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വലത്തോട്ട് നടന്നു കഴിഞ്ഞാലാണ് ഡൊമസ്റ്റിക് ടെർമിനലിൽ വരിക.
ഡൊമസ്റ്റിക് ടെർമിനലിലാണ് ഒരുപാട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സെബ്രു ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ഫുഡുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയും അവിടെ തന്നെയാണ്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ടെർമിനൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. ഇടത്തോട്ട് നടക്കുകയാണെങ്കിലാണ് നമ്മളുടെ ബസ് സ്റ്റേഷൻ ഉള്ളത്, ബസ് സ്റ്റോപ്പ് ഉള്ളത്. സോ നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ആ ലഗേജില്ലേ അത്രയും വലിപ്പേ പാടുള്ളൂ കേട്ടോ നിങ്ങളുടെ ലഗേജിന്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ബസ്സിൽ കയറ്റത്തില്ല. ബസ്സിന് അതിനുള്ള സൗകര്യമില്ല, കാരണം അതിനുള്ള സ്പേസ് ഇല്ല. നമ്മൾ തന്നെ ഈ ലഗേജ് നമ്മുടെ കാലിൻ്റെ അവിടെ വെക്കുക ചെയ്തത്. ഈ എക്സിറ്റിന്റെ അപ്പുറത്ത് ഒരു ചെറിയ ഗേറ്റ് കാണാം. ആ ഗേറ്റ് വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് വിക്ടോറിയ ഫെറി ജെറ്റി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളത് പറഞ്ഞപ്പോൾ കറക്റ്റ് പറയാൻ അന്ന് നമുക്ക് പറ്റിയില്ല. നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അവർക്ക് നമ്മൾ പറയുന്ന ചില പ്രൊനൗൺസിയേഷൻസിന്റെ ഡിഫറൻസ് ഒക്കെ, നമ്മൾ പെർസലിൻ എന്നൊക്കെ പറഞ്ഞിരുന്നത് അങ്ങോട്ട് പോകാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. പക്ഷേ നമ്മൾ അതിൽ കയറി ടിക്കറ്റ് എടുത്ത് അവിടെ പോയിരുന്നു. നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് ബസ്സിലിരുന്നത്. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ട് വന്നു. നമ്മളിത് കയറിയ ശേഷം കുറേ ചോദിച്ച് കുറച്ച് ടൈം അവരുടെ വേസ്റ്റ് ചെയ്തു നമ്മളിവിടെ കേട്ടോ. ഗൈസ് നമ്മൾ പെട്ടു ഗൈസ്. നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്ത് നടക്കുകയാണ് ഗൈസ്. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മാറിപ്പോയി. നമ്മളിനി അന്തം ബന്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവഴി നടന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അവർ ഒരു പ്രതീക്ഷയോടെ നമുക്ക് നടക്കാം. നമ്മൾ സ്റ്റോപ്പ് കൺഫ്യൂസ്ഡ് ആയിട്ട് അവരുടെ ബസ് ടെർമിനലിൽ പോയി ഇറങ്ങി. ഇവിടെയായിരുന്നു ശരിക്കും നമ്മൾ ഇറങ്ങേണ്ടിയിരുന്നത്, ആ ഒരു വൈറ്റ് സംഭവമുള്ള സ്ഥലത്ത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിയിട്ട് അപ്പുറത്ത് പോയി ഇറങ്ങി. അപ്പോൾ അവർ ടെർമിനലിൽ ഇറക്കി വിട്ടത് നമ്മളെ. അവിടെ നിന്ന് നമ്മൾ ഫെറി ജെറ്റിയിലോട്ട് 15 മിനിറ്റ് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ്, അത്ര ഡിഫറൻസ് വരുന്നുള്ളൂ. കൺഫ്യൂസ്ഡ് ആവാൻ നിൽക്കേണ്ട. ടെർമിനലിൽ പോയി ഇറങ്ങിയാലും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇങ്ങോട്ട് വരാവുന്നതേ ഉള്ളൂ. കുറച്ച് ദൂരം നടക്കാനുണ്ട് എന്ന് മാത്രം. ലഗേജ് കുറവാണെങ്കിൽ സൗകര്യമായിരിക്കും. ഞങ്ങൾക്ക് കയ്യിൽ 2 ബാഗും ഞങ്ങളുടെ കുഞ്ഞു പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
നിങ്ങൾ നടന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറി വരുന്നൊരു വഴിയാണ് കഴിച്ചതോടെ 2 ചേച്ചിമാരുണ്ടാവും. അവരോട് സംസാരിച്ച് നേരെ നോക്കിയിട്ട് കാണാൻ പറ്റും. ഫുൾ ഡിപ്പാച്ചർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ടൈം ആകുമ്പോൾ അവർ പറയും. നമ്മൾ കൊക്കോ ഫാരിയെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ബുക്ക് ചെയ്തത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെയായിരുന്നു. അവരുടെ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ബാക്കി സൈറ്റുകളിൽ കയറി ബുക്ക് ചെയ്യണേക്കാട്ടിലും നിങ്ങൾക്ക് ചീപ്പായിരിക്കും. സോ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. നമ്മളതിന് ശേഷം ഇവിടെ വന്നിട്ട് അവരുടെ ഓഫീസിൽ നമ്മുടെ ലഗേജ് കൊടുത്തു. നമുക്ക് ചെറിയൊരു പെട്ടിയായിരുന്നു, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ വെച്ചോളാം അവർ പറഞ്ഞു. പക്ഷേ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് കിട്ടില്ലേ, അതുപോലത്തെ അവരുടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ നമ്മൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഓൺലൈനിലും, ലഗേജ് കൊടുക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ കാലിനോട് വെച്ച് ആ സ്പേസ് കളയണ്ട എന്നുള്ളൊരു ഇത് കൂടി ഉണ്ടായി. നമ്മളിതിൽ കയറിയ ശേഷം നമ്മൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ, എവിടെ പോയി ഇരിക്കണം, കാരണം സൺസെറ്റ് കാണണം എന്നൊരു പ്ലാനിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. ഇത് എക്കോണമിയാണ് കേട്ടോ. നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ കാണാൻ പറ്റും. എക്കോണമി, അതുപോലെ തന്നെ എക്കോണമി അപ്പർ ഡെസ്ക്, അതുപോലെ ബിസിനസ് ക്ലാസ്. നമ്മുടെ ബാക്ക് സൈഡിലുള്ളതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകുന്നുണ്ട്. അതാണ് എക്കോണമി അപ്പർ ഡെക്ക്. ഈ കാണുന്ന മുകളിലേക്കുള്ള സ്റ്റെപ്പാണ് ബിസിനസ് ക്ലാസ്. ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. വലിയ റേറ്റിൽ അത്ര വലിയ വ്യത്യാസമില്ല, എന്നാലും ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെടുത്തത് എക്കോണമി ആയിരുന്നു. നമ്മൾ ഇരിക്കുന്ന സീറ്റിലോട്ട് നല്ലോണം വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുൾ കവേർഡാണ്. അപ്പം നമ്മളിവിടെ ഇരുന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു. ഇങ്ങനെ ബോട്ട് ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെ കൊണ്ട് ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. സ്ഥിരമായിട്ട് അവിടെ ട്രാവൽ ചെയ്യുന്നവരല്ല, ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവർ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ എല്ലാവർക്കും. അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സപ്പോർട്ടീവായി, ഭയങ്കര എന്താ പറയുക, നല്ല ആക്റ്റീവായിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. എല്ലാവരും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരും. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖം ചേഞ്ച് ആകുമ്പോഴേക്കും അവർ ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് കവർ കൊടുന്നിരുന്നു, അത് കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര നല്ല സ്റ്റാഫാണ് അവിടെ കൊക്കോ ഫെരിയിലുള്ളത്. അപ്പം നമുക്ക് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൊമിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. പിന്നെ ഫുള്ളി നമ്മളെ ചുറ്റി കവേർഡാണ്. സോ നല്ല കുലുക്കുണ്ട്, നല്ല കാറ്റുണ്ടായിരുന്നു. എന്താ പറയുക, യൂഷ്വലി അത്രയും ഉണ്ടാവാറില്ല. അന്ന് ഞങ്ങൾ പോകുന്ന ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ആയപ്പോൾ കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല ആ ഒരു ഫെറി എക്സ്പീരിയൻസ്. നിങ്ങൾ ഇനി ഫെറി എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ എക്കോണമി അപ്പർ ഡെസ്കിലോട്ടോ ബിസിനസ് ക്ലാസ്സിലോട്ടോ പിന്നെയും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും ആൾക്കാർ വൊമിറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. സോ ഇതായിരുന്നു സിറ്റുവേഷൻ. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് മുന്നിൽ. നമ്മൾ ചെറിയ ചെറിയ ബോട്ട് റൈഡുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, ചെറിയ ചെറിയ ഫാരിയിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എവിടെ പോലും വൊമിറ്റ് ചെയ്തിട്ടില്ല, വൊമിറ്റ് ചെയ്യാൻ ടെൻഡൻസി പോലും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു ടെൻഡൻസി വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങാൻ നോക്കി. അതാണ് ചെയ്തത് ഇവിടെ. നമ്മൾ പെർലിൻ ഐലൻഡ് റീച്ച് ചെയ്ത ശേഷം ഒരു കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 45 യൂറോ ആണ് അവർ പറഞ്ഞത്, $50. നമ്മൾ ഡോളറിലാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നത്.
നമ്മൾ എന്നിട്ട് അവിടുന്ന് പോകുന്ന വഴിക്ക് കണ്ട ഒരു ബീച്ചാണിത്. നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ്. വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചുറ്റി കാണാൻ പറ്റും. നല്ലൊരു ബീച്ചായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇറങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ക്ലിയർ അല്ല, സീഷൽ ബീച്ച് വില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സീഷൽ ബീച്ച് വില്ല റിസോർട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇരുട്ടായി, നമ്മൾ വരാനായിട്ട് കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. നമ്മൾ പെർലിൻ ഐലൻഡിലുള്ള നമ്മുടെ റിസോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ തുടർന്ന് വരുന്ന സീഷൽസ് വ്ലോഗ്സും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്.